CPI ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ നിന്നും CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. MLA ഇറങ്ങിപ്പോയത് ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതിയാണ് സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത്. C സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തൃശൂർ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയ്ക്കും ആനയൂട്ടിനുമുള്ള ഒരുക്കങ്ങൾ തകൃതി. സജ്ജീകരണങ്ങൾക്ക് പ്രതിസന്ധിയായി നാളികേര ലഭ്യതക്കുറവ്. തിരുവിലാമല വില്ലാതിരിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനം തുടങ്ങും മുമ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാവശ്യം. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ റോഡരികിൽ നിന്നയാളെ ആംബുലൻസ് ഇടിച്ചു വീഴ്ത്തി. അപകടത്തിനിടയാക്കിയ ആംബുലൻസ് നിർത്താതെ പോയതായി പരാതി. നമസ്കാരം. വാർത്തകൾ വിശദമായി. CPI ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തെരഞ്ഞെടുത്തു. നിലവിൽ AITUC സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് മുൻ മന്ത്രി VS സുനിൽകുമാർ. മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉൾപ്പെടെ 57 അംഗ കൌൺസിൽ അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. കൌൺസിൽ അംഗങ്ങളിൽ 7 പേർ വനിതകളാണ്. നാട്ടിക MLA CC മുകുന്ദനെ CPI തൃശൂർ ജില്ലാ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി. സമ്മേളനത്തിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. തന്നെ ഒഴിവാക്കിയതിന് പിന്നാലെ സമ്മേളനത്തിൽ നിന്ന് CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. CPI-കാരനായി തുടരുമെന്ന് CC മുകുന്ദൻ പറഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതിയാണ് സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത്. C സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവും സർക്കാരും ജനങ്ങളുടെ കൂടെയുണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സദാനന്ദൻ മാഷ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സദാനന്ദൻ മാഷ്. ഇനി അത് രാജ്യം ചർച്ച ചെയ്യട്ടെ. കേരള രാഷ്ട്രീയത്തിലെ രീതികൾ എങ്ങനെയാണ് BJPയെ അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നുള്ളത് ഇന്ന് മുതൽ അത് രാജ്യം ചർച്ച ചെയ്യും. ജനങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ ഒരു സന്ദേശം പോകും. മാത്രമല്ല കേരളത്തിലെ സാധാരണ പ്രവർത്തകർക്ക് ഈ പീഡനങ്ങളെല്ലാം ഏറ്റ സാധാരണ പ്രവർത്തകർക്ക് ഉള്ളൊരു മെസ്സേജാണ്. അത് പാർട്ടി നിങ്ങളുടെ കൂടെയുണ്ട്, സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ട്, രാഷ്ട്രം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത പ്രധാനമന്ത്രിയെ ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നടന്ന പാദപൂജ വിവാദവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി ഒഴിഞ്ഞുമാറി. തൃശൂർ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയ്ക്കും ആനയൂട്ടിനുമുള്ള ഒരുക്കങ്ങൾ തകൃതി. സജ്ജീകരണങ്ങൾക്ക് പ്രതിസന്ധിയായി നാളികേര ലഭ്യതക്കുറവ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും കൂടാതെ 8 വർഷത്തിനു ശേഷം ഗജപൂജ വിപുലമായി സംഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ഇതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് നടക്കുന്നത്. ഇതിനൊപ്പം ആനയൂട്ടിനും ഭക്തർക്കുള്ള പ്രസാദം തയ്യാറാക്കാനും എല്ലാം കൂടി ആകെ 12,008 നാളികേരമാണ് ആവശ്യമായിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇതിനെല്ലാം ആവശ്യമായ നാളികേരം ഭക്തർ സമർപ്പിക്കുമായിരുന്നു. പോരാതെ വരുന്നത് പിന്നീട് ശേഖരിക്കുകയുമായിരുന്നു പതിവ്. എന്നാൽ ഇക്കുറി നാളികേരത്തിന്റെ വില കുത്തനെ വർദ്ധിച്ചതോടെ ലഭ്യത കുറഞ്ഞു. പോരാത്തതിന് പുതിയ ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾക്ക് ഒരുക്കങ്ങൾക്കാവശ്യമായ സമയം ലഭിക്കാത്തതും പ്രതിസന്ധിയായി മാറി. എന്നിരുന്നാലും ഇതുവരെ 5000-ഓളം നാളികേരം ഭക്തരുടെ സമർപ്പണത്തിലൂടെ ലഭിച്ചു. 4 ദിവസങ്ങൾക്കപ്പുറം നടക്കുന്ന ആനയൂട്ടിനായി ഇനിയും വേണം 7000-ഓളം നാളികേരം. അടുത്ത ദിവസങ്ങളിൽ ഇത് ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് സമിതിക്കുള്ളത്. അല്ലാത്തപക്ഷം വലിയ തുകയ്ക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടിലാകും സംഘാടകർ. ഇതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹായവും തേടും. അതേസമയം ലഭ്യമായ നാളികേരങ്ങൾ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കി തുടങ്ങി. ദേവസ്വവും പോലീസും എല്ലാവരുമായി ഏകോപിപ്പിച്ച്
മറ്റൊരുക്കങ്ങളും മുന്നോട്ട് പോവുകയാണ്. വ്യാഴാഴ്ച നടക്കുന്ന ആനയോട്ടിൽ 60-ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TCV തൃശൂർ. തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം വരാനിരിക്കെ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. തിരുവില്ലാമല ടൗൺ ചുങ്കം സെന്ററിൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത്. ചുങ്കം സെന്ററിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കും പോകുന്ന പ്രധാന വഴിയാണിത്. പറക്കോട്ടുകാവ് കൃഷിഭവൻ, ആയുർവേദ ഹോമിയോ ആശുപത്രികൾ, മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും ഈ റോഡ് തന്നെ ആശ്രയം. കൂടാതെ KSEB ഓഫീസ്, സ്വകാര്യ സ്കൂൾ, ഗ്രാമീണ വായനശാല എന്നിവിടങ്ങളിലേക്കുള്ള പാതയും ഇതുതന്നെയാണ്. ബസ് സ്റ്റാൻഡും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും എല്ലാം സംഗമിക്കുന്ന റോഡ് നിറയെ കുഴികൾ രൂപപ്പെട്ട് യാത്ര ദുഷ്കരമാണ്. മഴ പെയ്താൽ റോഡ് ഏത് കുഴിയേത് എന്നറിയാതെ വാഹനയാത്രക്കാർ നട്ടം തിരിയുകയാണ്. ശാസ്ത്രീയമായ രീതിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തതാണ് റോഡ് തകർച്ച തുടർക്കഥയാകാൻ കാരണം. കർക്കിടക മാസം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. നാലമ്പല ദർശനത്തിനായി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം വരാനിരിക്കെ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, തിരുവില്ലാമല. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ റോഡരികിൽ നിന്നയാളെ ആംബുലൻസ് ഇടിച്ചു വീഴ്ത്തി. എന്നാൽ ഇടിച്ച ആംബുലൻസ് നിർത്താതെ പോയി. കൈക്കും കാലിനും പരിക്കേറ്റ് കിടന്ന അരിമ്പൂർ സ്വദേശി ബാബുവിനെ മറ്റൊരു ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തളിക്കുളത്തുള്ള മെക്സിഖാന ആംബുലൻസാണ് അപകടമുണ്ടാക്കിയത്. സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്ന ദേശീയ താളവാദ്യോത്സവം ഇന്ന് സമാപിക്കും. സമാപന ദിവസമായ ഇന്ന് രാവിലെ പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളത്തോടുകൂടിയാണ് അരങ്ങുണർന്നത്. തുടർന്ന് മേളാപ്രതിഭകൾ അണിനിരന്ന താളഗോപുരം അരങ്ങിലെത്തി. ഉച്ചയ്ക്ക് ശേഷവും വിവിധ മേളങ്ങൾ കൊട്ടിക്കയറും. വൈകിട്ട് 6:30 സമാപനം. സമാപന പരിപാടിയിൽ ഇറ്റ്ഫോക് മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യും. മന്ത്രി R. ബിന്ദു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ കടലിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മലപ്പുറം ജില്ലയിലെ താനൂർ എടയ്ക്കപ്പുര കമാക്കന്റെ വീട്ടിൽ ഷാജഹാന്റെ മകൻ 17 വയസ്സുള്ള ജുറൈജാണ് മരിച്ചത്. കഴിഞ്ഞ 9-ന് കടലുണ്ടിപ്പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് ജുറൈജ് ഒഴുക്കിൽപ്പെട്ടത്. വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ കരയിൽ നിന്നും 18 കിലോമീറ്റർ അകലെ കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ജില്ലാ കോൾ കർഷക പ്രതിനിധികളുടെ യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AR അജിഘോഷ്, ജോർജ്, അനീഷ് ഇയാൽ, ബിജോയ് തോമസ് കോൾപ്പടവ്, പ്രതിനിധികളായ പ്രസാദ് സുഗതൻ, CS സുനിൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് BJP നിയോഗിച്ച 3-അംഗ സമിതി കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തി കർഷകരുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നു. തുടർന്നാണ് കേന്ദ്രമന്ത്രി കർഷകരെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത്. അവരുടെ അനുമതി വേണം. അതുപോലെ തന്നെ ഈ സഹകരണ വകുപ്പ്, അമിത്ഷാജിയുടെ സഹകരണ വകുപ്പ്, ഇതിൻ്റെ എല്ലാം കൂടെ കൂടിയുള്ള ഒരു സംയുക്ത പ്രവർത്തനമാണ് വേണ്ടത്. CPI ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തിരഞ്ഞെടുത്തു. നിലവിൽ AITUC സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. മുൻ മന്ത്രി VS സുനിൽകുമാർ, മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉൾപ്പെടെ 58 അംഗ കൗൺസിൽ അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. കൗൺസിൽ അംഗങ്ങളിൽ 7 പേർ വനിതകളാണ്. നാട്ടിക MLA CC മുകുന്ദനെ CPI തൃശൂർ ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി. സമ്മേളനത്തിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. തന്നെ ഒഴിവാക്കിയതിന് പിന്നാലെ സമ്മേളനത്തിൽ നിന്ന് CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. CPI ായി തുടരുമെന്ന് CC മുകുന്ദൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, ഇന്നാണ് ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നാടകീയ രംഗം അരങ്ങേറുന്നത്. അതിനൊരു സാക്ഷ്യം വഹിക്കുന്നത് തന്നെ ജില്ലാ കൗൺസിലിൽ നിന്ന് MLA CC മുകുന്ദൻ ഒഴിവാക്കി. എന്ത് കാരണത്താലാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്? അതുപോലെ തന്നെ ഇതേ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു?
മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെയും മറ്റു പ്രവർത്തനങ്ങളെയും കുറിച്ച് രൂക്ഷമായ വിമർശനമാണ് കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നത്. CPI ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. ഇതിനെ തുടർന്ന് ജില്ലാ കൗൺസിലിൽ നിന്നും CC മുകുന്ദനെ ഒഴിവാക്കിയായിരുന്നു. ഇതിനെ തുടർന്ന് പ്രസംഗം നടത്തിയ ശേഷം വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു MLA കൂടിയായ CC മുകുന്ദൻ. ഇതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതിനെക്കുറിച്ച് പഠിച്ച ശേഷം നടപടികളും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് സൂചന നൽകിയിരിക്കുന്നത്. ശരി രാകേഷ്. നാട്ടിക MLA CC മുകുന്ദനെ CPI തൃശൂർ ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി. സമ്മേളനത്തിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. തന്നെ ഒഴിവാക്കിയതിന് പിന്നാലെ സമ്മേളനത്തിൽ നിന്ന് CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. തുടങ്ങിയ വിവരങ്ങളാണ് രാകേഷ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഒരു വിഭാഗം നേതാക്കൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചു. പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് രാജിവെച്ചവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ MG അനിൽകുമാർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബഷീർ കൊല്ലത്തുവീട്ടിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VM ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 70-ലേറെ പേരാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. DYFI പോർക്കുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാറയമ്പാടത്ത് അനുമോദന സദസ്സ് നടത്തി. അകാലത്തിൽ മരണമടഞ്ഞ അനുഷയുടെ സ്മരണാർത്ഥം മികവ് എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, മാധ്യമപ്രവർത്തകൻ സുർജിത്ത് അയ്യപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പ്ലാഴി വാഴേക്കോട് സംസ്ഥാന പാതയിലെ കല്ലേപ്പാടത്ത് KSTP പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മേൽക്കൂര സ്ഥാപിക്കണമെന്ന ആവശ്യം. 2 വർഷം മുമ്പ് റോഡ് നവീകരണവും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരുന്നു. മറ്റ് പ്രദേശങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചത്. എന്നാൽ കല്ലേപ്പാടത്ത് അധികൃതരുടെ അവഗണന തുടരുകയാണ്. ബസ് കാത്തുനിൽക്കുന്ന ജനങ്ങൾക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളാണ് നിലവിൽ ആശ്രയം. ദേശീയ പേപ്പർ ബാഗ് ദിനത്തിൽ ചേറൂർ ഡിവിഷനിലെ സ്നേഹഹർഷം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പേപ്പർ ബാഗുകളുമായി തൃശൂർ വടക്കേച്ചിറ ലഹരിവിരുദ്ധ ശില്പത്തിന് സമീപം കുട്ടികൾ ഒത്തുചേർന്നു. ലഹരിക്കെതിരെ ജീവിതത്തിന് ഒരു വിളക്കേന്തൽ എന്ന സന്ദേശവുമായി 25ഓളം കുട്ടികൾ ശില്പത്തിന് മുന്നിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ നേതൃത്വം നൽകി. SNDP യോഗം പൂപ്പത്തി ശാഖ വാർഷിക പൊതുയോഗം യൂണിയൻ പ്രസിഡന്റ് PK സാബു ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MK കൃഷ്ണദാസ് അധ്യക്ഷനായി. സെക്രട്ടറി PP രാജൻ, വൈസ് പ്രസിഡന്റ് PM രാധാകൃഷ്ണൻ, MV ലാലു എന്നിവർ സംസാരിച്ചു.
കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാന്റെ അനുസ്മരണം നടന്നു. ചുള്ളിക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വാർഡ് പ്രസിഡന്റ് നജൂല റജീബ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എം.എച്ച്. ഷാനവാസ്, ബിജു ഇസ്മായിൽ, യൂസഫ് അമ്പലത്ത്, കെ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിപ്പലശ്ശേരി മുതൽ പള്ളിക്കുളം വരെ പിന്നാക്ക കാൽനട ജാഥ നടത്തി. കടവല്ലൂർ, കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തിപ്പലശ്ശേരി ചിറമനങ്ങാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. 5 വർഷത്തിലധികമായി സഞ്ചാരയോഗ്യമല്ലാതായ റോഡിലൂടെ സർവീസ് നടത്തുന്ന ഫിദാമോൾ ബസിന്റെ ഡ്രൈവറെ സമരത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് മെമ്പർ എം.എച്ച്. ഹക്കീം ആദരിച്ചു. തിപ്പലശ്ശേരി സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം.എം. മഹേഷ്, നേതാക്കളായ സഹദേവൻ, നാസർ കല്ലായി, ടി.എം. അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. എഴുതിയിരിക്കുന്ന പെട്ടെന്ന് അടിച്ചുകൊണ്ടായിരിക്കണം. ആളൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും അനുമോദിച്ചു. അനുമോദന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ബിന്ദു ഷാജു, ജോസ് മാനൂരാൻ, തിബിൻ പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൺവെൻഷൻ മണലൂർ ഏരിയ സെക്രട്ടറി KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കണമെന്നും കൂലി 600 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. KP ലതിക, PV ഷാജി, K ദ്രൗപതി, KP ആലി, ഗീതാ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീജാദാസൻ പ്രസിഡന്റെയും PV ഷാജി സെക്രട്ടറിയായും KP ലതിക ട്രഷററായും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. സാഹചര്യം നിലവിലുണ്ടായിരുന്ന ഘട്ടത്തിലാണ് അതിൽ നിന്ന് മാറി ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം പരിസരവാസികൾ നടത്തുന്ന റിലേ നിരാഹാര സമരം 7 ദിവസം പിന്നിട്ടു. ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നുള്ള രാസമാലിന്യം ഒഴുകി പരിസരത്തുള്ള കിണറുകളിലെ ശുദ്ധജലം മലിനപ്പെടുത്തതായി ആരോപിച്ചാണ് സമരം. ജനകീയ കുടിവെള്ള സംരക്ഷണ വേദിയുടെ സമരത്തിന് BJP ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് R. ഷാനീഷ്, ജനറൽ സെക്രട്ടറി VC രമേശ്, നഗരസഭാ കൌൺസിലർ വിജയകുമാരി, അനിലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബസ്സുകൾ കയറാത്ത ഒരു ബസ് സ്റ്റാൻഡുണ്ട് തിരുവില്ലാമലയിൽ. ചരിത്രപ്രസിദ്ധമായ വില്ലാദ്രിനാഥ ക്ഷേത്ര പരിസരത്തുള്ള ബസ് സ്റ്റാൻഡാണ് പണി തീർത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനാഥയായി കിടക്കുന്നത്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെയും തെരുവുനായ്ക്കളുടെയും വിശ്രമ കേന്ദ്രമാണ് ഇപ്പോൾ തിരുവില്ലാമല ബസ് സ്റ്റാൻഡ്. സാമൂഹിക വിരുദ്ധരുടെയും ലഹരി മാഫിയുടെയും വിഹാര കേന്ദ്രമായി ഇവിടം മാറി. ബസ്സുകൾ പാർക്ക് ചെയ്യാനും ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ബസ്സുകളൊന്നും ഈ സ്റ്റാൻഡിലേക്ക് വരുന്നില്ല. ഗതാഗത വകുപ്പിന് നാട്ടുകാർ ആദ്യം പരാതി നൽകി. നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടും പരാതി കൊടുത്തു. യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ തിരുവില്ലാമല പഞ്ചായത്ത് വെച്ച വാട്ടർ ATM മദ്യപാന സംഘങ്ങൾക്ക് മാത്രമാണ് പ്രയോജനമായതെന്നും ആക്ഷേപമുണ്ട്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് സൗകര്യത്തിനായി ബസ് സ്റ്റാൻഡ് ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവില്ലാമല. ചിറക്കൽ കൊറ്റങ്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരരംഗത്ത്. കൊറ്റങ്കോട് കൽപ്പക നഗർ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സമരം പ്രസിഡന്റ് TE ജോയ് ഉദ്ഘാടനം ചെയ്തു. ഷാജി കളരിങ്കൽ, NR റോഷ്, TL പോൾസൺ, KG വത്സൻ, KJ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. തെലുങ്ക് നടൻ ശ്രീനിവാസ റാവു അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സിനിമ, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ എക്കാലവും തിളങ്ങി നിന്നിരുന്ന പ്രതിഭയാണ് ശ്രീനിവാസ റാവു. 5 പതിറ്റാണ്ട് നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ സ്വഭാവ നടനായും ഹാസ്യതാരമായും വില്ലനായും തിളങ്ങിയ അതുല്യ പ്രതിഭയാണ് കോട്ട ശ്രീനിവാസ റാവു. 1978 പ്രണം ബരീദു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തെത്തുന്നത്. തെലുങ്കിനു പുറമെ തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം ചിത്രങ്ങളിലും ശ്രീനിവാസ റാവു അഭിനയിച്ചിട്ടുണ്ട്. സ്വാമി തിരുപ്പാച്ചി, കോ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തു.
മമ്മൂട്ടി ചിത്രമായ ദി ട്രെയിനാണ് ശ്രീനിവാസ റാവു മലയാളത്തിൽ അഭിനയിച്ച ചിത്രം. 700-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. സിനിമാ മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്ക് 2015 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1999 വിജയവാഡ ഈസ്റ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് BJP MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് TCV. തിരുവില്ലാമല പറങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിക്ക് പുതിയ ഭാരവാഹികളായി. പ്രസിഡന്റായി മുരളി മേനോനെയും വൈസ് പ്രസിഡന്റായി TP രവികുമാറിനെയും സെക്രട്ടറിയായി VK ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ദേവസ്വം ഓഫീസറുമാണ് ട്രഷറർ. ചന്ദ്രാപിന്നിയിൽ CPI ML റെഡ് സ്റ്റാർ സംസ്ഥാനതല പഠന ക്യാമ്പും പൊതുസമ്മേളനവും നടത്തി. CPI ML ജനറൽ സെക്രട്ടറി ഡോക്ടർ PJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗം PN പ്രോവിൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MP കുഞ്ഞിക്കണരാരൻ, കേന്ദ്ര കമ്മിറ്റി അംഗം MK ദാസൻ, BG ലാലിച്ചൻ, KS സിന്ധു, TC സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. DYFI എങ്കക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ് +2 പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI യൂണിറ്റ് വൈസ് പ്രസിഡന്റ് C ദേവിക അധ്യക്ഷയായി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ക്ലാസ് നയിച്ചു. NK പ്രമോദ് കുമാർ, AD അജി, ഷീല മുരളി, മിഥുൻ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 100% വിജയം നേടിയ സ്കൂളുകൾക്കും ഉപഹാരം നൽകി. സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പത്മജ, ശശിധരൻ, V തങ്കമ്മ, സുനിത, ജില്ലാ പഞ്ചായത്ത് അംഗമായ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം താന്യം പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും ആദരിച്ചു. അനുമോദന സദസ്സ് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതിയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് VK പ്രദീപ്, MP സജീവൻ, KS വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര കുഞ്ചേരി റാവൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും 4ാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുഞ്ചേരി GMLP സ്കൂളിൽ നടന്ന ക്യാമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ ഉദ്ഘാടനം ചെയ്തു. NP പ്രമോദ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ആകാശ്, AN യദുകൃഷ്ണ, PB ഷംസീർ, M വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ പള്ളിയിൽ ഇടവക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സെമിത്തേരിയിലെ അസ്ഥിക്കുഴി വൃത്തിഹീനമാക്കിയവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ 8 മാസത്തെ പള്ളി കണക്കുകൾ ഇടവക ജനങ്ങളെ അറിയിക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. KSU കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി എഡ്വിൻ റാഫേൽ ചുമതലയേറ്റു. ചടങ്ങിനോടനുബന്ധിച്ച് എറിയാട് ചന്തയിൽ നിന്ന് ആരംഭിച്ച വിദ്യാർത്ഥികളുടെ പ്രകടനം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PN വൈശാഖ്, സലീം കയ്പമംഗലം, CJ പോൾസൺ, PP ജോൺ, KA അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു.
പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ആദരണം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് S. ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, മുൻ ബാങ്ക് പ്രസിഡന്റ് MO ജോൺ, പഞ്ചായത്ത് അംഗം KJ രാജൻ, വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി മണ്ഡലം 1-ാം വാർഡും 15-ാം വാർഡും സംയുക്തമായി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KC ഖാദർമോൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവറട്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OG ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവായിട്ടുള്ള ഒരു രീതിശാസ്ത്രം ഉണ്ടായിരുന്നു. എന്താ, കുറെ ആളുകൾ സാഹസികരായിട്ട് കടന്നു വന്ന് അവര് വെങ്കിടങ്ങ് GM LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ വ്യവസായി ഡോക്ടർ കരീം വെങ്കിടങ്ങ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ഉമൈബാൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം NK വിമല, PM റസിയ, ആർട്ടിസ്റ്റ് ജോബി ചാക്കോ, സജീവ് കഴുങ്കിൽ, EA അഷ്റഫ്, പ്രധാനാധ്യാപിക KK ജെയ്സി തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പാട് പുറത്തൂർ സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസും മാതൃവേദിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോയി മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. AKCC പ്രസിഡന്റ് ജോഷി ആലപ്പാട്, മാതൃവേദി പ്രസിഡന്റ് ലിസി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് സെൻട്രൽ ലയൺസ് ക്ലബിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബിൽ പുതുതായി അംഗത്വം എടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശ്രുതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാജൻ ജോസ് പ്രസിഡന്റും CD ലിയോ സെക്രട്ടറിയും ബെന്നി ചാലക്കൽ ട്രഷററുമായി പുതിയ കമ്മിറ്റി സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. പുതിയ ഫ്രഷ് മെമ്പേഴ്സിൽ ഇന്നലെ സംസാരിച്ച സർവീസ്, അത് ലോക്കൽ സർവീസ്. യുവമോർച്ച പഴയന്നൂർ നീർണമുക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴയന്നൂർ ഏരിയ സെക്രട്ടറി T. അജിൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു ഭാരവാഹികളായ KU ജിതിൻ, MR നിരഞ്ജൻ, KM നന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ബർജർ പെയിന്റ്സിന്റെ എക്സ്ക്ലൂസീവ് കമ്പനി സ്റ്റോർ ഇനി തൃശൂർ ചിയ്യാരത്തും. പ്രമുഖ ഡീലറായ ആപ്സി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് കളർ ആൻഡ് സ്റ്റൈൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. ചിയ്യാരം റോഡിൽ ആലംവെട്ട് വഴിയിൽ LBS സെന്ററിന് സമീപം ആരംഭിച്ച കളർ ആൻഡ് സ്റ്റൈൽ സ്റ്റോർ ബർജർ പെയിന്റ്സ് ഡിവിഷൻ മാനേജർ PM ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ജിസൽ ജോളി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ആപ്റ്റസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ റിജോ ജോസഫ്, ആപ്റ്റസ് ഡയറക്ടർമാരായ ജോൺസൺ, ബാലചന്ദ്രൻ, ജീവനക്കാർ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. 100 വിശ്വാസ വർഷങ്ങൾ പിന്നിട്ട ബർജർ പെയിന്റ്സിന്റെ കൂടുതൽ മികച്ച സേവനങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയാണ് പുതിയ കമ്പനി സ്റ്റോറിന്റെ ലക്ഷ്യം. ബർജർ പെയിന്റ്സിന്റെ എക്സിക്യൂട്ടീവ് വിദഗ്ധർ സൈറ്റുകളിൽ നേരിട്ടെത്തി ഇൻസ്പെക്ഷനും സാമ്പിളിംഗും നടത്തി ഉപഭോക്താക്കൾക്ക് കളർ സെലക്ഷനുകൾക്ക് ആവശ്യമായ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകും. കൂടാതെ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്, കമ്പനി വാറണ്ടിയിൽ സൂപ്പർവിഷൻ, വർക്കുകൾക്ക് ബർജർ പെയിന്റ്സിന്റെ ട്രെയിൻഡ് എക്സ്പേർട്ട് കോൺട്രാക്ടേഴ്സിന്റെ സേവനങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷൻ സേവനങ്ങൾ എന്നിവയും കമ്പനി ലഭ്യമാക്കുന്നു. സ്റ്റോറിലെത്തുന്നവർക്ക് പ്രിവ്യൂ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ബർജർ പെയിന്റ്സിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും കളർ ആൻഡ് സ്റ്റൈൽ സ്റ്റോറിലൂടെ ലഭ്യമാണ്. മുഖ്യ കമ്പനി ഡീലറായ ആപ്റ്റസ് സൊല്യൂഷൻസിന്റെ തൃശൂരിലെ 3ാമത് ബർജർ പെയിന്റ് സ്റ്റോറൂമാണിത്. ചിയ്യാരത്തിന് പുറമെ പറവട്ടാനി, വിയ്യൂർ എന്നിവിടങ്ങളിലും ആപ്റ്റസ് ബർജർ ഷോറൂം പ്രവർത്തിക്കുന്നുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 7736599936. കിലോ ബസാർ കൊരട്ടിയിലും ഉയരങ്ങൾ കീഴടക്കുന്നു. അവിശ്വസനീയമായ വിലക്കുറവും വിശ്വാസ്യതയുടെ ഉറപ്പുമാണ് കിലോ ബസാർ വാഗ്ദാനം നൽകുന്നത്. ബാത്റൂം, കിച്ചൺ ഫിറ്റിംഗ്സുകളും സാനിറ്ററി ഇനങ്ങളും പകുതി വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന പ്രത്യേകതയാണ്
ദേശീയപാതയോട് ചേർന്ന് ചിറങ്ങരയ്ക്കടുത്ത് പ്രവർത്തിക്കുന്ന കിലോ ബസാർ ഷോറൂമിലുള്ളത്. ഇന്റർനാഷണൽ കമ്പനിയായ യൂറോടെക്കിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റായ കിലോ ബസാർ 2023 തുടക്കം കുറിച്ചത്. കേരളത്തിൽ 26ഉം തൃശൂർ ജില്ലയിൽ കൊരട്ടിയടക്കം 2 ഷോറൂമുകളുമുണ്ട്. പല ഇനങ്ങൾക്കും പകുതിയിൽ താഴെ വില വരുമ്പോൾ 3 മുതൽ 10 വർഷം വരെ ഗ്യാരണ്ടിയും വാറണ്ടിയും നൽകുന്ന വിൽപ്പന രീതി ഇവിടെ പ്രകടം. ഇടനിലക്കാരില്ലാതെ നേരിട്ട് സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് ലക്ഷ്യം. ഡീലർമാർക്കും ഏജൻസികൾക്കുമുള്ള ലാഭം ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ പോക്കറ്റിലെത്തും. വീട് നിർമ്മിക്കുന്നവർക്കും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും സുവർണാവസരം ഒരുക്കുകയാണ് കിലോ ബസാർ ഔട്ട്ലെറ്റുകൾ. 2.5 വർഷത്തെ വിപണന കാലയളവിൽ 2.5 ലക്ഷത്തോളം ഉപഭോക്താക്കളെ സൃഷ്ടിക്കാൻ കിലോ ബസാറിന് സാധിച്ചു. ഏതൊരു സാധാരണക്കാരനും ആശ്വാസമാവുകയാണ് വിവിധ കോംബോ ഓഫറുകൾ നിലവിലുള്ള കിലോ ബസാർ. പ്രധാന വാർത്തകൾ വീണ്ടും. CPI ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ നിന്നും CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. MLA ഇറങ്ങിപ്പോയത് ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതിയാണ് സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത്. C സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തൃശൂർ ശ്രീ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഗജപൂജയ്ക്ക് മാനിയൂട്ടിനുമുള്ള ഒരുക്കങ്ങൾ തകൃതി. സജ്ജീകരണങ്ങൾക്ക് പ്രതിസന്ധിയായി നാളികേര ലഭ്യതക്കുറവ്. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനം തുടങ്ങും മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാവശ്യം. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ റോഡരികിൽ നിന്നയാളെ ആംബുലൻസ് ഇടിച്ചു വീഴ്ത്തി. അപകടത്തിനിടയാക്കിയ ആംബുലൻസ് നിർത്താതെ പോയതായി പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.